ഇവിടെ ചില ആളുകളുണ്ട്, അവരെ പറ്റിയൊക്കെ ഞാൻ പറയാം. നല്ല ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ആളാണ് അനില ചേച്ചി. പക്ഷെ എപ്പോഴൊക്കെയോ തലയിൽ നിന്ന് ചില്ലറ പൈസ താഴ്ത്തു പോയാൽ കിടി 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 എന്ന് പോയാൽ അപ്പ കിട്ടി 10, അത് കിട്ടിയില്ലേ 8.5. അതായത് ഒരു സ്ത്രീക്കുള്ള പ്രധാനപ്പെട്ട സാധനം എന്തൊക്കെയാ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായി ഇങ്ങനെ കാണിക്കണ്ടേ? ആ സമയത്ത് മാഷ് കാണിക്കാണ്. നല്ല വീട്ടമ്മയാണ്, അതുകൊണ്ട് കുട്ടികളെ രണ്ടും വീട്ടിലുണ്ടാക്കി ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി സുഖമായിട്ട് ഇവിടെ വന്നിരിക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ സ്വല്പ അഹങ്കാരം കൂടുതലുണ്ടോ എന്നൊരു സംശയം. പരിപ്പെടുത്തില്ല, പരിപ്പെട്ടില്ലാണ്ടാണ് ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കണ്ടേ. ആ മുരിങ്ങക്കായും വേണ്ട, അങ്ങനെ 3 പഴം എടുത്ത് പോകുന്ന പോലെ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് 3 പഴം ഇതാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും? 10 മാർക്കനെ ഇരിക്കട്ടെ. ഇനി ഞാൻ കുറവ് തന്നിട്ട് വെളുക്കുമുള്ളുണരണം അടുക്കള നോക്കണ ചടങ്ങൊരു പതിവല്ലേ. തലവര ഇത് ചൊല്ലണ നേരം കണവന കളിയല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പലവിധ മെനുവാണ്, ബ്രേക്ക് പോയൊരു മാതിരി പണിയാണ്. എന്നാലും വേണ്ടും കുറ്റം കാണുന്നു. അരക്കണം അലക്കണം ഒരുക്കണം അങ്ങനെ അരപ്പിരി ലൂസായി. തലവര ഇത് ചൊല്ലണ നേരം കണവന കളിയോ. മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യ സമർപ്പിച്ചത്. മലബാർ ഗോൾഡ് ആഘോഷിക്കൂ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മലബാർ ഗോൾഡിനൊപ്പം. പവർഡ് ബൈ കല്യാൺ സിൽക്സ്, കൊച്ചി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം. ഇൻ അസോസിയേഷൻ വിത്ത് അസറ്റ് ഹോംസ്, ദ റെസ്പോൺസിബിൾ ബിൽഡർ, ആയു കെയർ മധുരാമൃതം, ആയുർവേദിക് ഡയബറ്റിക് ലൈഫ് സ്റ്റൈൽ, ധാത്രി ഫെയർനെസ് ക്രീം. നിങ്ങളുടെ മുഖത്തിന് നൽകൂ കൂടുതൽ നിറം വെറും 7 ദിവസം കൊണ്ട്. ഇന്ദുലേഖ കഥ ഇതുവരെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്ദുലേഖ കംപ്ലീറ്റ് സ്കിൻ കെയർ ഓയിൽ. നിറം വർദ്ധിപ്പിക്കൂ മുഖക്കുരുവും പാടുകളുമില്ലാതെ. പവർഡ് ബൈ ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. നമസ്കാരം, ഗുഡ് ഈവനിങ്. മഴവിൽ മനോരമയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. മലയാള സിനിമയിൽ മലയാളിത്വത്തിന്റെ നേരഴകായി തെളിഞ്ഞു നിന്ന നായിക, നമ്മുടെ സ്വന്തം വീട്ടിലെ പെൺകുട്ടി എന്ന അടുപ്പം തോന്നിക്കുന്ന പാർവതിയാണ് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ കഥ ഇതുവരെയിലെ ഇന്നത്തെ വിശിഷ്ടാതിഥി. ഗുഡ് ഈവനിങ്, ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമുണ്ട്. പ്ലീസ് ബി സീറ്റഡ്. ഞാൻ എങ്ങനെ വിളിക്കണം? പാർവതി ചേച്ചി എന്ന് വിളിക്കണോ, അശ്വതി ചേച്ചി വിളിക്കണോ? ടെൻഷനാണ്. വിളിക്കണം എപ്പോഴും വിളിക്കുന്ന അശ്വതി ചേച്ചി. അതന്നെ, അങ്ങനെ വിളിച്ചോട്ടെ. അശ്വതി ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണുള്ളത്. കാരണം പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു
പുഞ്ചിരി എനിക്ക് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യാം. കല്യാണത്തിന് ശേഷം ഇത്രയും ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നടി പാർവതിനെ ഒറ്റയ്ക്ക്, ജയറാമേട്ടനില്ലാതെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഹോൾ ടീം ഇത്രയും ഈ ഒരു പ്രോഗ്രാമിലാണല്ലോ അങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് വി ആർ റിയലി ഹാപ്പി ആൻഡ് വി ആർ റിയലി താങ്ക്ഫുൾ ടു യു. ഞാൻ ശരിക്കും ഇത് മലയാള മനോരമയുടെ ഇത് മഴവിൽ ചാനലായതുകൊണ്ട് എപ്പോഴും മനോരമയുടെ എല്ലാ ഫംഗ്ഷൻ ആണെങ്കിലും ഞങ്ങൾ പോകുന്നതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ, നല്ല റീച്ച് ഉള്ള ഒരു പ്രോഗ്രാം. തീർച്ചയായും തീർച്ചയായും. അപ്പം അതുകൊണ്ട് ഉടനെ തന്നെ സമ്മതിച്ചു. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫറെന്റ് ട്രീറ്റ് ടു യു. ആ ഒരു കാര്യത്തിൽ ഞാൻ വാക്ക് തരുന്നു. സോ ക്യാൻ വി ഗോ ഹെഡ്? ഷുവർ. കവിയൂരാണ് നാട് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് കവിയൂരിലെ കുറച്ച് വിഷ്വൽസ് കണ്ടു തുടങ്ങാം. അവിടെ പോയി എടുത്തോ? കാണാം.